താൻ ഇങ്ങനെ വെറുതെ വാശി കാണിച്ച് എപ്പോഴും വഴക്കും പിണക്കുമായിട്ട് തുടരാനാണെങ്കിൽ ശരിയാവില്ല. അപ്പൊ ബ്രേക്കപ്പ് ആകാന്നാണോ? അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞില്ല. അല്ലെങ്കിൽ തന്നെ ഇത്ര നിസ്സാര കാര്യങ്ങൾക്ക് ആരെങ്കിലും ബ്രേക്കപ്പ് പറയോ? താൻ കുറച്ചുകൂടെ മെച്യൂരിറ്റിയോടെ സംസാരിക്കും. ഓ, അപ്പൊ എനിക്ക് മെച്യൂരിറ്റി ഇല്ലെന്നായല്ലേ? എടോ, ഞാൻ പറയുന്ന താനൊന്ന് കേക്ക്. ഹലോ ഹലോ അഖിൽ, ഹലോ. ഞാൻ വിളിക്കാം. ഹലോ ഹലോ. ഞാൻ വിളിച്ചു പറഞ്ഞ ഡേറ്റ എല്ലാം കിട്ടിയോ അഖിൽ? അത് കുറച്ച് കിട്ടിയിട്ടുണ്ട്. എന്തു പറ്റി? വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം സമയം കിട്ടിയില്ലേ? സോറി, ഞാൻ മുമ്പ് പറഞ്ഞത് ഒരു നുണയായിരുന്നു. ഞാനൊരു റിലേഷൻഷിപ്പിലാണ്. അതിന്റെ ചില ടെൻഷൻ വന്നപ്പോ കുറച്ച് കോൺസെൻട്രേഷൻ മാറിപ്പോയി. ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. നമ്മുടെ പേഴ്സണൽ പ്രശ്നങ്ങൾ നമ്മുടെ ജോലിയെ ബാധിക്കാൻ പാടില്ലാത്തത് കൊണ്ടാണ് പല കാര്യങ്ങൾക്കും ജോർജ് സാറ് റെസ്ട്രിക്ഷൻസ് പറയുന്നത്. എനിക്കത് അറിയാം. പക്ഷെ അത് മനഃപൂർവ്വം സംഭവിച്ചതല്ല. ഞാൻ പോലും അറിയാതെ ഒരാളോട് ഇഷ്ടം തോന്നി അടുത്തു പോയതാ. അഖിൽ മനുഷ്യനാണ്, അങ്ങനെയൊക്കെ സംഭവിക്കാം. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അത് നമ്മുടെ ജോലിയെ ബാധിക്കാതെ നോക്കണം. നമ്മുടേത് ഒരു സാധാരണ ജോലിയല്ല. വി ആർ അണ്ടർ കവർ കോപ്സ്. ഈ നാടിനെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും ഈ നാടിനെ രക്ഷിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അഖിലിരിക്കെ. എന്താ ഇപ്പൊ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം? ഞാൻ എപ്പോഴും അവൈലബിൾ ആകാത്തതിന്റെ പ്രശ്നമാണ്. പെട്ടെന്ന് വിവാഹം വേണമെന്ന് ആ കുട്ടി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വിവാഹം കഴിച്ചൂടെ? വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ തീർത്തിട്ടേ വിവാഹം നടക്കൂ. കാര്യങ്ങൾ ആ കുട്ടിയോട് തുറന്ന് സംസാരിച്ച് നിങ്ങൾ തമ്മിലൊരു ധാരണയിലെത്തുക. അഖിലിന്റെ പ്രശ്നങ്ങളുടെ പേരിൽ ഒരു പെൺകുട്ടിയെ വേദനിപ്പിക്കുന്നത് തെറ്റാ. പിന്നെ നമ്മുടെ മിഷൻ അവസാനിക്കും വരെ നമ്മൾ അണ്ടർ കവർ പോലീസാണെന്നുള്ള കാര്യം ഒരു കാരണവശാലും ആ കുട്ടി അറിയാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഞാൻ പറയില്ല. ഓക്കെ, അപ്പോ അഖിൽ തന്നെ ഇഷ്യൂ സോർട്ട് ഔട്ട് ചെയ്ത് സൊല്യൂഷൻ എന്താന്ന് വെച്ചാൽ കണ്ടെത്തി ഡീൽ ചെയ്യുക. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാം. എന്ത് സംഭവിച്ചാലും ഒന്നും നമ്മുടെ ജോലിയെ ബാധിക്കരുത്. ഓക്കെ ശരി. ഓക്കെ. ആ ഡ്രൈവറെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജോർജ് സാർ ആളെ അയക്കും. തൽക്കാലം നമ്മൾ അയാളെ ഏൽപ്പിച്ചാൽ മതി. ഓക്കെ. ഇതാ ജെ ഡി പറഞ്ഞ ഫയൽസ്.